ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് സൈനിക മേധാവികളും പറയുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു പാർലമെൻറ്റിൽ. അതാണ് ഈ തിങ്കളാഴ്ച മുതൽ നടക്കുന്ന സെഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു പ്രത്യേക സെഷൻ ഇതിനെക്കുറിച്ചുണ്ടാവും. അപ്പം അറിയപ്പെടാത്ത കുറേ അധികം സംഭവങ്ങൾ ഇനി നമ്മൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ എല്ലാ കാര്യങ്ങളും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഈ ചർച്ച നമുക്ക് ഗുണകരമായിരിക്കുമോ, അതോ ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് എന്തെങ്കിലും സഹായം ചെയ്യുമോ? കോൺഗ്രസ്സിന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു കെണിയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂരാണെങ്കിലും അപ്പം പഹൽഗാം ആക്രമണം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വളരെ സക്സസ്ഫുൾ ഇൻ്റർവെൻഷൻ തന്നെയായിരുന്നു. സംശയമില്ലാത്ത കാര്യമാണ്. വളരെ വ്യക്തമായിട്ട് നമുക്കതിൻ്റെ ഫോട്ടോസ് സഹിതം പാകിസ്ഥാൻ പോലും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇപ്പം പ്രൈം മിനിസ്റ്ററും പറഞ്ഞിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ ഇത് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ സേന വളരെ സജ്ജവുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് പോയിന്റിലാണ് ഈ കോൺഗ്രസ് ഈ കേന്ദ്ര സർക്കാരിനെ അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പം ഈ ഓപ്പറേഷൻ പഹൽഗാമിന് ശേഷം ഉള്ള ദിവസങ്ങളിൽ പോലും കോൺഗ്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശശി തരൂർ പറഞ്ഞേക്കുന്ന ഒരൊറ്റ സിംഗിൾ പോയിന്റാണ്, രാഷ്ട്രത്തിനൊരു പ്രശ്നം വരുമ്പം ബാക്കിയെല്ലാം മാറ്റിച്ചിട്ട് നേഷൻ ഫസ്റ്റ് എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ താല്പര്യം ആദ്യം എടുക്കണം. ഇതിപ്പോൾ പാർലമെൻറ്റിൽ ഇപ്പം BJP അല്ലെങ്കിൽ NDA അല്ലെങ്കിൽ BJP നേതൃത്വം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ താല്പര്യം രാജ്യത്തിൻ്റെ താല്പര്യമാണോ അതോ കോൺഗ്രസിൻ്റെ താല്പര്യം, അതല്ലെങ്കിൽ ആ കോൺഗ്രസിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് നെഹ്റു ഫാമിലിയാണ്, നെഹ്റു ഫാമിലിയുടെ താല്പര്യമാണോ എന്നുള്ള ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ഈ സാർ. അതിന് വെറുതെ ഉദാഹരണത്തിൻ്റെ ശക്തനായ ഒരു നല്ല തോക്കും മറ്റ് ആയുധങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ശക്തനായ ഒരു ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് ഈ ആലപ്പുഴയിൽ പുന്നപ്രയിൽ ആൾക്കാർ ഈ വാരിക്കുന്തോ ഈ കമുകിൻ്റെ അലവുച്ചെത്തി എടുത്തുകൊണ്ട് പോയതുപോലെ ഒരു വടിയെടുത്തുകൊണ്ട് പോവുകയാണെങ്കിലുള്ള വെട്ടിത്തരം എന്താണ് അല്ലേ? അതെ, അതുപോലെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ വളരെ പവർഫുള്ളായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർക്ക് ആകെയുള്ള ഒരു പിടിവള്ളി, കോൺഗ്രസിൻ്റെ പിടിവള്ളി എന്ന് പറയുന്നത് ട്രംപ് പറഞ്ഞതാണ്. ട്രംപിൻ്റെ ഉള്ള വാക്കിനുള്ള വില അമേരിക്കക്കാർ പോലും കൊടുക്കാത്ത അവസ്ഥയെത്തി. അപ്പോഴാണ് ഇന്ത്യക്കാരല്ലേ മനസ്സിലായില്ലേ? ട്രംപ് എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു വിശ്വാസ്യതയില്ലാതെ ലോകം മുഴുവൻ അൺപ്രഡിക്റ്റബിൾ ട്രംപ് എന്നുള്ളതാണ്. അമേരിക്കക്കാരും ലോകരാഷ്ട്രങ്ങളും എല്ലാവരും ട്രംപിന് പോലും അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. എന്തും അയാൾ പറയും. ഒരാളെ കെട്ടിപ്പിടിച്ച് ഗ്രേറ്റ് ഫ്രണ്ട് എന്ന് പറയും, അടുത്ത നിമിഷം അയാൾക്കെതിരെ വേണമെങ്കിൽ യുദ്ധം ചെയ്യുമെന്ന് പറയും. പുടിൻ എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പുടിനെ അവിടെ ഞാൻ 60 ദിവസം 50 ദിവസം കൊടുത്തിരിക്കുകയാണ്, ചെയ്തില്ലെങ്കിൽ പണി കാണിക്കും, പുടിനെ വിരട്ടാൻ നോക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചറാണ് ട്രംപിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ടാണ്, ട്രംപ് ഇടപെട്ടിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ വെടിവെപ്പ് അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആ ട്രംപിൻ്റെ ഒരൊറ്റ വാക്കിലാണ് ഇപ്പോൾ കോൺഗ്രസ് പിടിച്ചു. എന്തൊരു വിഡ്ഢിത്തരാണെന്ന് ആലോചിച്ചോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എക്സ്പോസ്ഡ് ആവും, കോൺഗ്രസ് എക്സ്പോസ്ഡ് ആവും. കാര്യം ഇപ്പോൾ രാഹുൽ ശശി തരൂർ, അതേപോലെ തന്നെ ഇപ്പോൾ ആ പോയ സംഘത്തിൽ 3 സംഘങ്ങളുടെ അധ്യക്ഷന്മാർ പ്രതിപക്ഷത്ത് നിന്നായിരുന്നു. കനിമൊഴി അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്യസഭ ചർച്ച വരുമ്പം ജോൺ ബ്രിട്ടാസ് എന്ത് നിലപാടെടുക്കും? ഇന്ത്യ ഗവൺമെന്റിന്റെ അതേ നിലപാട് പോയി മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തിയ വ്യക്തിയല്ലേ? കരിമൊഴി എന്ത് ചെയ്യും അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ളൊരു വിഷയം, അപ്പൊ ഇപ്പൊ ഒപ്പോസിഷൻ ചെന്ന് പെടാൻ പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഈ കോൺഗ്രസ് ഒരു പ്രശ്നം ഉന്നയിക്കുന്ന സമയത്ത് ആ പ്രശ്നത്തിൽ കരിമൊഴിയുടെ അഭിപ്രായം എന്താണ് എന്നൊരു ഭരണപക്ഷത്തു നിന്ന് ഒരു അംഗം എഴുന്നേറ്റെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കരിമൊഴിക്ക് പറയാൻ കഴിയുക? രാജ്യസഭയിലേക്ക് വരുമ്പോഴത്തേക്ക് ജോൺ ബ്രിട്ടാസിന് ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ബ്രിട്ടാസ് എന്തായിരിക്കും പറയാൻ പോവുക? അപ്പം ഈ രീതിയിൽ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു നേതൃത്വം കോൺഗ്രസ് വളരെ നിസ്സാരമായ സംഭവങ്ങളെ എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ മോഡിയെ എക്സ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ധാരണ. ഇത് ഏത് കൂശ്മാണ്ഡമാണ് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതെന്ന്
എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഈ പഹൽഗാം ആക്രമണം എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനെയും വേദനപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിനുശേഷം ആ സമയത്തും കോൺഗ്രസ് അതിനെ ഒന്ന് അപലപിച്ചോ, ഒന്നും രംഗത്ത് വന്നില്ല. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മുടെ നേട്ടം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ റഫാൽ യുദ്ധവിമാനം വീണു എന്ന് അവർ പറഞ്ഞു, അവരുടെ ഡ്രോണുകൾ നമ്മളെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു, പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനം കൂടുതൽ കരുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ എല്ലാം ചിന്ത ഇപ്പോഴും ഒരു ചൈന പാക് പിന്തുണയിലേക്ക് മാറി നിൽക്കുകയാണല്ലോ. അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഡിഫൻസ് ഇല്ലാതെ വരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പാകിസ്ഥാൻ ഇപ്പം BJP നേതൃത്വം തന്നെ ഉന്നയിക്കുന്ന ആരോപണം ഒരു പ്രോ പാക് സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളതാണ്. കാര്യം കോൺഗ്രസിന്റെ പല ന്യായങ്ങളുമാണ് പാകിസ്ഥാനിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് ചാനലുകളിൽ പോലും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നു. അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് കോൺഗ്രസിന് പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ശശി തരൂർ എടുത്ത നിലപാട്, ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം തന്നെയാണ്, അല്ലേ? അദ്ദേഹം പറയുന്നു അദ്ദേഹം യാതൊരു വിധമായിട്ടുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തികളും ചെയ്യുന്നില്ല. രാഷ്ട്രത്തിനൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം മുൻഗണന രാഷ്ട്രത്തിനായിരിക്കണം. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. തരൂർ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. പക്ഷേ ആ ഒരു ചോയ്സ് വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ചോയ്സ് എന്താണ്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു സ്വയം കോൺഗ്രസ് എത്തിപ്പെടാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിനകത്ത് അത് വെളിപ്പെടുത്താത്ത സംഗതികളുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രംപ് ഇടപെട്ടു എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് പല രാജ്യങ്ങളും ഇടപെടും, അത് സ്വാഭാവികമാണ്. അല്ലാതെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം തായ്ലൻഡും കംബോഡിയയും തമ്മിലും അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏഷ്യൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള മലേഷ്യയുടെ ഇടപെടലുണ്ടാകുന്നു. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ആർക്കും അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടാം. അതാർക്കും ഉദാഹരണം ഇറാനിലെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലും പോയി ഇന്ത്യയിലും വന്നു സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അതിനിടയ്ക്ക് ഇതൊരു കണ്ടീഷൻ ട്രംപ് വിരട്ടിയിട്ടാണ് നിർത്തിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ വിട്ടിത്തരമില്ല എന്താ പറയുക, അല്ലേ? അപ്പോൾ മാത്രമല്ല അതിനുശേഷമുള്ള ഇന്ത്യയുടെ നിലപാട് അമേരിക്കയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള നിലപാടാണ്. അമേരിക്കയുടെ നിലപാടിനെയും ട്രംപിൻ്റെ നിലപാടിനെയും തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള ഒരു വിദേശ നയമാണ് പിന്നീട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇന്ത്യക്ക് ആ ഒരു ഗവൺമെൻറ് ആ ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ വടിയെടുത്തുകൊണ്ട് ഇവരെ അടിച്ചിടാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തന്നെ സ്വയം അപമാനിതനാവുന്നതിനുള്ളൊരവസ്ഥയാണ് കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ BJP സർക്കാർ വളരെ ആത്മവിശ്വാസത്തോടെ അല്ലേ നമുക്ക് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാം, ഒരു സെഷൻ അതിനെക്കുറിച്ച് തന്നെ ഉണ്ടാകണം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നടത്തിയ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ നടത്തിയ ഇന്ത്യയുടെ നേട്ടത്തിൻ്റെ പല കാര്യങ്ങളും പുറത്തു വരികയായിരിക്കും. ഓരോ ഭാരതീയനും ചിലപ്പോൾ അഭിമാനമായിരിക്കുമല്ലോ ഉണ്ടാകുക. അഭിമാനം ഉണ്ടാകുന്നതിനുപരി BJPയുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. കോൺഗ്രസ് എന്താണോ ഉപയോഗിക്കുന്നത് അതുപയോഗിച്ച് അവരെ അടിക്കുക എന്നുള്ളതാണ്. അത് സിമ്പിൾ സാധനം, അത്രയും മനസ്സിലാക്കിയാൽ മതി. അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ BJP അവർക്ക് നേരിടാൻ പറ്റും. ഉദാഹരണത്തിന് ചായവാല പറഞ്ഞു, അല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു, ഇനിയും അത് ഉപയോഗിക്കുന്നുണ്ട് ചായ, അല്ലേ? സകല ചായ അടിക്കുന്ന ആൾക്കാർക്കും പ്രൈം മിനിസ്റ്റർ മോദിയായിട്ടൊരു താതാത്മ്യമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അത് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഭരണഘടന എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി പോയിട്ട് ലോക്സഭയിൽ എനിക്ക് തോന്നുന്നു ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സംഭവത്തിന് ശേഷമാണ്. എന്നിട്ട് ജൂൺ 26 ഭരണഘടന എന്താ പറയുക സംരക്ഷണ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ആ സംഭവത്തെ എടുത്തുകൊണ്ട് അവരതിനെ ചരിത്ര സംഭവമാക്കി. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോലും ജൂൺ 26 ഭരണഘടന സംരക്ഷണ ദിനമായിട്ട് ആചരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ആ ഒരു ചെറിയ ബുദ്ധിയെങ്കിലും ഈ നമ്മുടെ KC വേണുഗോപാലാണെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ള ബുദ്ധിജീവി. അപ്പോൾ അദ്ദേഹത്തിന് അതെങ്കിലും തോന്നിയിരുന്നെങ്കിൽ, കാരണം ഒരാളെ നമ്മൾ അടിക്കാൻ തീരുമാനിച്ചപ്പോൾ യുദ്ധം ഒഴിവാക്കേണ്ട സംഗതിയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷെ യുദ്ധം ചെയ്യേണ്ട ചില അസന്നിഗ്ധ ഘട്ടങ്ങൾ വരും. ആ സമയത്ത് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് ശത്രുവിൻ്റെ ദൗർബല്യം അറിയണം, ആദ്യം നമ്മളുടെ ശക്തി അറിയണം. ഇത് രണ്ടും തിരിച്ചറിയാതെ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കരുത്. യുദ്ധത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണത്. നമ്മൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശത്രുവിൻ്റെ ദൗർബല്യം എവിടെ, അവൻ്റെ ശക്തി എവിടെ, നമ്മളുടെ ശക്തി എവിടെ, എന്നിട്ട് നമ്മളുടെ ശക്തി എടുത്തിട്ട് അവൻ്റെ ദൗർബല്യത്തിനാണ് കാണിക്കുക, എങ്കിലേ ശത്രു വീഴത്തുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ ശത്രു നമ്മളെ തീർത്ത് കളയും. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഭരണഘടന എടുത്ത് ആകെ നാണം കെട്ടു. ഇപ്പോൾ വീണ്ടും ഇത് എടുത്തുകൊണ്ട് വരുമ്പോൾ ലോക്സഭയിൽ ഇന്ന് രാഹുൽ ഗാന്ധി കരയുന്ന ഒരു ചിത്രമായിരിക്കും ഇനി നമ്മൾ കാണേണ്ടി വരിക. സമാനമായൊരവസ്ഥ ഉണ്ടാകാൻ പോവുകയാണ്.
ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിനൊരു നല്ല ലീഡർഷിപ്പ് പോലും ലോക്സഭയിലില്ല. പിന്നെ ശശി തരൂരിനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ BJPയുടെ അംഗങ്ങളെ മുഴുവൻ, പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ നേരിടാൻ പറ്റുന്ന ഒരു നേതാവിനെ ശശി തരൂരിലൂടെ കോൺഗ്രസിന് കിട്ടിയതായിരുന്നു. ഇപ്പൊ ഖാർഗെയുടെ സ്ഥാനത്ത് തരൂരായിരുന്നെങ്കിൽ ഈ ഗവൺമെന്റിനെ വളരെ അനായാസമായിട്ട് നേരിടാമായിരുന്നു. അങ്ങനെ നേരിടാൻ പറ്റുന്ന ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിനില്ല. രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ സമചിത്തതയോടെ സംസാരിക്കാനും പറ്റില്ല. അപ്പോൾ ഇത്ര ഒരു സന്ദർഭത്തിൽ ഈ പറഞ്ഞ പോലെ കാര്യമാത്ര പ്രസക്തമായിട്ട് ബിസിനസ് ചർച്ചകൾ നടത്തി, ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങൾ നടത്തി ഇറങ്ങി പോയിക്കൊണ്ടിരുന്നെങ്കിൽ, അത്യാവശ്യം ഒരു ഒന്നുമില്ല ഈ രാഷ്ട്രത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റ് ചർച്ച ചെയ്തിരുന്നെങ്കിൽ അത്രയെങ്കിലും ഒരു ഗുണം കോൺഗ്രസിനുണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ ഉള്ള അവസ്ഥ പോലും പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു സമീപനമായി പോയി ഇതിനകത്ത് തൂങ്ങിപ്പിടിക്കുന്നത്. ആവശ്യമില്ലാത്തൊരു കാര്യം എടുത്തിട്ടിട്ട് തീർച്ചയായിട്ടും അല്ലെ, അവരുടെ നേതാവിന് തന്നെ അവിടെ വാക്കുകൾ കിട്ടാതെ പതറുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ സംജാതമായേക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.